ഹലോ, ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഗ്രീൻ ഫിഷ് മസാല. ഏത് ഫിഷിലും ഉണ്ടാക്കാൻ പറ്റും. ഈസി ആൻഡ് ക്വിക്കായിട്ട് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റാണ്. ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റും. അത്ര എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലെ പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ ഇത് ഏത് ഫിഷിലും ഉണ്ടാക്കാം. വൈറ്റ് ഫിഷാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കിങ് ഫിഷിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ നെയ്ച്ചോറാണ് കോംബോ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ പൊറോട്ട, അപ്പം, ചപ്പാത്തി അങ്ങനെ ഏത് ബ്രെഡ് ഐറ്റത്തിൻ്റെ കൂടെയും ചേരും. പക്ഷേ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഗീ റൈസും ഗ്രീൻ ഫിഷ് മസാലയും ഭയങ്കര ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു സ്ലൈസ് കിങ് ഫിഷാണ്. ഇതിപ്പോൾ 450 ഗ്രാം ഉണ്ട്. അതിനകത്ത് ഒരു നാരങ്ങയുടെ നീരും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ഇനിയിപ്പോൾ ഗ്രീൻ മസാല റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകം, ഉള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില കുറച്ച് വേണം എടുക്കാൻ, കാഷ്യൂ നട്ട്സ്, പുളിവെള്ളം, ഉപ്പ് പാകത്തിന്. ഈ മസാലയ്ക്കുള്ള ഉപ്പാണേ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. കണ്ടോ, ഈ ഗ്രീൻ കളറും മാറിപ്പോരുത് കേട്ടോ. അപ്പം അരച്ചത് മസാലയിൽ നിന്ന് ഓരോ സ്പൂൺ വീതം ഈ ഫിഷിൻ്റെ മേലെ ഇട്ട് ഒന്നുകൂടെ കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒത്തിരി ഗ്രീൻ മസാല ഇടരുത്. കുറച്ച് ഓരോ സ്പൂൺ വീതം ഓരോ സൈഡും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇതിനകത്ത് ബട്ടർ അല്ലെങ്കിൽ ഗീ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഓരോ സൈഡും കുക്ക് ചെയ്യണം. നന്നായിട്ടൊന്ന് കുക്കാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ആ മസാല ഒന്നും ഇളകിപ്പോയിട്ടില്ല. ഇനിയും ഈ സൈഡ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്നും കൂടി ഫ്രൈ ആക്കാം. 2 സൈഡ് നന്നായി ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ഈ മീൻ ഇതിന്ന് കോരി മാറ്റാം. സെയിം ഓയിൽ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് വാട്ടിയെടുക്കാം. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കിട്ടണം. എണ്ണ തെളിയും വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി വെച്ചേക്കുമല്ലോ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിനൊന്ന് ഗ്രേവി ആക്കാനായിട്ട് ആ വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് ആ ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡ് തിരിച്ചും മറിച്ച് ഈ ഫിഷ് ഈ ഗ്രേവിക്കകത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് മീൻ തിള വരുമ്പോൾ ഉപ്പിൻ്റെ ഭാഗം ഒന്ന് നോക്കണേ. കറക്റ്റ് അല്ല എങ്കിൽ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് തിരിച്ചു മറിച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതിനകത്ത് വേറെ ഗാർണിഷിംഗ് ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രം തൂക്കി കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് കുറുകി മീനിൻ്റെ മേലെ അത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും മാറ്റാം. ഗീ റൈസ് ആൻഡ് ഗ്രീൻ ഫിഷ് മസാല ഈസി ടു മേക്ക്, യം ടു ടേസ്റ്റ് റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.